നമസ്കാരം, എൻ്റെ പേര് സ്മിത ഹരിദാസ്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. പ്രാക്ടിക്കൽ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഓംസ് ലോ അപ്പാരറ്റസ് ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വിശദമാക്കാം. ഓംസ് ലോ പ്രാക്ടിക്കൽ എക്സാമിന് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് തിയറിയിൽ ആദ്യം എഴുതി കൊടുക്കേണ്ടതെന്ന് വിശദമാക്കാം. എയിം to verify Ohm's law for a metallic conductor. Ohm's lawയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മൾ തുടർന്ന് വിശദമാക്കുന്നുണ്ട്. തൽക്കാലം ഇത് മാത്രം മനസ്സിലാക്കുക. V proportional to I. V by I equal to R, where R is the resistance of the conductor. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ഒരു ബാറ്ററി എലിമിനേറ്റർ ഉണ്ടാവും. എലിമിനേറ്ററിന്റെ പോസിറ്റീവിൽ നിന്നും റിയോസ്റ്റാറ്റിലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. റിയോസ്റ്റാറ്റിൽ നിന്നും അമ്മീറ്ററിന്റെ പോസിറ്റീവിലേക്ക്, അമ്മീറ്ററിന്റെ നെഗറ്റീവിൽ നിന്നും വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവിലേക്ക്, വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവിൽ നിന്നും എലിമിനേറ്ററിന്റെ നെഗറ്റീവിലേക്ക്. ഓക്കെ, ഇപ്പൊ ഇവിടെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ വോൾട്ട് മീറ്ററിന്റെ അക്രോസ് ആയിട്ട് വേണം, അതായത് പാരലൽ ആയിട്ട് വേണം ഏത് വയറിന്റെ അല്ലെങ്കിൽ ഏത് മെറ്റാലിക് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണോ കണ്ടുപിടിക്കാനുള്ളത് അത് കണക്ട് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പൊസിഷൻസ് മാറിപ്പോയി കഴിഞ്ഞാൽ വ്യത്യാസമില്ല. ഇവിടെ വോൾട്ട് മീറ്ററും അതിന് പാരലൽ ആയിട്ട് റെസിസ്റ്റൻസും ഇവിടെ അമ്മീറ്ററും കണക്ട് ചെയ്ത് കൊടുത്താലും സർക്യൂട്ട് ക്ലോസ് ആവും. നമുക്ക് റീഡിങ്സ് എടുക്കാൻ പറ്റും. പൊളാരിറ്റി കൃത്യമായിരിക്കണം എന്ന് മാത്രം. പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്, നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ഇവിടെ ഇപ്പോൾ അമ്മീറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ ബാറ്ററിയുടെ നെഗറ്റീവ് അമ്മീറ്ററിന്റെ നെഗറ്റീവിലേക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ കണക്ഷൻ ഡയഗ്രാം പ്രകാരമാണ് ഞാൻ ഇന്നിവിടെ എക്സ്പെരിമെന്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. വോൾട്ട് മീറ്ററും അമ്മീറ്ററും വിശദമായി പരിചയപ്പെടേണ്ടതുണ്ട്. തന്നിരിക്കുന്ന വോൾട്ട് മീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് എഴുതി കാണിക്കണം. അതുപോലെ അമ്മീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ടും എത്രയാണെന്ന് എഴുതി കാണിക്കണം. പിന്നെ നമുക്ക് വെരിഫൈ ചെയ്യാനുള്ളത് V by I equal to a constant എന്നുള്ളതാണ്. അതിനുവേണ്ടി വോൾട്ട് മീറ്റർ റീഡിങ്ങിനുള്ള കോളം വേണം, അമ്മീറ്റർ റീഡിങ്ങിനുള്ള കോളം വേണം. പിന്നെ V by I കോൺസ്റ്റന്റ് ആണെന്ന് കാണിക്കണം. ഓക്കെ, അതിനുവേണ്ടി സർക്യൂട്ട് ക്ലോസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് വോൾട്ടേജ് ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമ്മീറ്റർ റീഡിങ് മെഷർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. V by I കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എഴുതാം. റിസൾട്ട് V by I is a constant, hence Ohm's law is verified. പിന്നെ കണ്ടക്ടിംഗ് വയറിന്റെ റെസിസ്റ്റൻസ് എത്രയാണ് കിട്ടുന്നതെന്നുള്ളതും കൂടി എഴുതി കാണിക്കണം. Ohm's law was derived experimentally by the German physicist George Simon Ohm in 1826. According to Ohm's law, the electric current flowing through a conductor is directly proportional to the potential difference across its ends, provided the physical conditions such as temperature, pressure, etc. of the conductor remain the same. Principle: if I is the current flowing through the conductor and V is the potential difference across its ends, then according to Ohm's law, V is equal to Ri, where R is the constant of proportionality. It is known as resistance of the conductor. Or V by I is equal to R. Knowing the length of the resistance wire L, R by L gives resistance per unit centimeter. So here we are determining the resistance per centimeter of a given wire. വോൾട്ട് മീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. V എന്ന് കാണിച്ചിരിക്കുന്നതിൽ നിന്ന് ഇത് സർക്യൂട്ടിലെ വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള വോൾട്ട് മീറ്റർ ആണെന്ന് മനസ്സിലാക്കണം. ഈ വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 3 വോൾട്ട് ആണ്. 0 വോൾട്ട്, 0.5 വോൾട്ട്, 1 വോൾട്ട്, 1.5 വോൾട്ട്, 2 വോൾട്ട്, 2.5 വോൾട്ട്, 3 വോൾട്ട് എന്നിങ്ങനെയാണ് വലിയ ഡിവിഷൻസ്.
2 വലിയ ഡിവിഷനുകൾക്കിടയിൽ 10 ചെറിയ ഡിവിഷനുകളുണ്ട്. അതായത് 0 to 0.5 വോൾട്ട് വരുമ്പോൾ 10 ഡിവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഡിവിഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 വോൾട്ട് ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 0.05 വോൾട്ട് ആണ്. അടുത്തടുത്തുള്ള 2 ഡിവിഷനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അതാണ് 0.05 വോൾട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാവുന്ന ഏറ്റവും ചെറിയ മെഷർമെൻറ്റ് എന്നത് 0.05 വോൾട്ട് ആണ്. അതാണ് വോൾട്ട് മീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട്. ഓക്കെ, സർക്യൂട്ടിനെ ഓൺ ആക്കുമ്പോൾ പോയിൻ്റർ ആറാമത്തെ ഡിവിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ കറസ്പോണ്ടിങ് വോൾട്ട് മീറ്റർ റീഡിംഗ് എത്രയായിരിക്കും? 6 × 0.05 വോൾട്ട് ഈക്വൽ ടു 0.3 വോൾട്ട് ആയിരിക്കും. 10ാമത്തെ ഡിവിഷന് നേരെയാണ് പോയിന്റ് നിൽക്കുന്നതെങ്കിലോ 10 × 0.05 വോൾട്ട് ഈക്വൽ ടു 0.5 വോൾട്ട് ആയിരിക്കും വോൾട്ട് മീറ്ററിൻ്റെ റീഡിംഗ്. വോൾട്ട് മീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടതിന് സമാനമായ രീതിയിൽ അമ്മീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ടും മനസ്സിലാക്കാവുന്നതാണ്. എ എന്ന് കാണിച്ചിരിക്കുന്നതിൽ നിന്ന് ഇത് സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യാനുള്ള അമ്മീറ്റർ ആണെന്ന് മനസ്സിലാക്കണം. ഈ അമ്മീറ്ററിൽ റേഞ്ച് 0 to 3 ആംപിയർ ആണ്. 0 ആംപിയർ, 0.5 ആംപിയർ, 1 ആംപിയർ, 1.5 ആംപിയർ, 2 ആംപിയർ, 2.5 ആംപിയർ, 3 ആംപിയർ എന്നിങ്ങനെയാണ് വലിയ ഡിവിഷനുകളുടെ റീഡിംഗ് വരുന്നത്. 2 വലിയ ഡിവിഷനുകൾക്കിടയിൽ 10 ചെറിയ ഡിവിഷൻസ് ഉണ്ട്. 0 to 0.5 ആംപിയർ എന്നതിനിടയിൽ 10 ഡിവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഡിവിഷൻ്റെ വാല്യൂ 0.5 ആംപിയർ ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 0.05 ആംപിയർ ആണ്. അതാണ് അമ്മീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് അഥവാ ഏറ്റവും ചെറിയ മെഷർമെൻറ്റ്. സർക്യൂട്ട് ഓൺ ആക്കുമ്പോൾ പോയിൻ്റർ 6ാമത്തെ ഡിവിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ കറസ്പോണ്ടിങ് അമ്മീറ്റർ റീഡിംഗ് എത്രയായിരിക്കും? 6 × 0.05 ആംപിയർ ഈക്വൽ ടു 0.3 ആംപിയർ ആയിരിക്കും. ഇനി 10ാമത്തെ ഡിവിഷന് നേരെയാണ് പോയിൻ്റർ നിൽക്കുന്നതെങ്കിൽ 10 × 0.05 ആംപിയർ ഈക്വൽ ടു 0.5 ആംപിയർ ആയിരിക്കും അമ്മീറ്ററിലെ റീഡിംഗ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഓക്കെ, എലിമിനേറ്ററിൽ നിന്നും റിയോസ്റ്റാറ്റിലേക്ക്, റിയോസ്റ്റാറ്റിൽ നിന്നും അമ്മീറ്ററിലേക്ക്, അമ്മീറ്ററിൽ നിന്നും വോൾട്ട് മീറ്ററിന് പാരലലായിട്ട് റെസിസ്റ്റൻസ് വയർ കൊടുക്കുക. വോൾട്ട് മീറ്ററിന് നെഗറ്റീവിൽ നിന്നും ബാറ്ററി എലിമിനേറ്ററിലേക്ക്. എലിമിനേറ്റർ 2 വോൾട്ട് കൊടുത്തിട്ട് സപ്ലൈ ഓൺ ആക്കുക. അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. എലിമിനേറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്നും പിന്നെ വരുന്നത് അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്കാണ്. അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്നും വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്, വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്നും എലിമിനേറ്ററിൻ്റെ നെഗറ്റീവിലേക്ക്. എപ്പോഴും അൺനോൺ റെസിസ്റ്റൻസ് വയർ വോൾട്ട് മീറ്ററിന് പാരലലായിട്ട് വേണം കണക്ഷൻ കൊടുക്കാൻ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ ജോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വോൾട്ട് മീറ്ററിലെ റീഡിംഗ് ആവശ്യത്തിന് വേണ്ടതുപോലെ ആക്കുക. ഇവിടെ ഒരു 0.5 വോൾട്ടാണ് ആക്കിയിരിക്കുന്നത്. 0.5 വോൾട്ട് ആക്കിയിട്ട് കറസ്പോണ്ടിങ് റീഡിംഗ് എത്രയാണോ അമ്മീറ്ററിൽ വന്നിരിക്കുന്നത് എന്ന് നോക്കുക. ഇവിടെ 6ാമത്തെ ഡിവിഷനിലാണ് പോയിൻ്റർ വന്നിരിക്കുന്നത്. സോ അമ്മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് 6 × 0.05 ആംപിയർ ഈക്വൽ ടു 0.3 ആംപിയർ ആയിരിക്കും. കാരണം നമ്മുടെ അമ്മീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.05 ആംപിയർ ആണ്. ഓക്കെ, സോ നമുക്ക് വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാവും. വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് V/I ഈക്വൽ ടു 0.5 ഡിവൈഡഡ് ബൈ 0.3 ഈക്വൽ ടു 1.67 ohm. 4 സെറ്റ് റീഡിങ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ലീസ്റ്റ് കൗണ്ട് ഓഫ് വോൾട്ട് മീറ്റർ എഴുതണം, ലീസ്റ്റ് കൗണ്ട് ഓഫ് അമ്മീറ്റർ എഴുതണം,
എക്സാമിനർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് 3-4 സെറ്റ് റീഡിങ്സ് എടുത്താൽ മതിയാവും. 0.5 വോൾട്ട്മീറ്റർ റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.3 ആയിരുന്നു അമ്മീറ്റർ റീഡിങ് കിട്ടിയത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.67 ഓം ആണ്. പിന്നെ 0.7 വോൾട്ടിന് 0.4 കിട്ടി. അപ്പോൾ റെസിസ്റ്റൻസ് 1.75. 0.9 വോൾട്ടിന് 0.5 ആംപിയർ ആണ് അമ്മീറ്റർ റീഡിങ് കിട്ടിയത്. ദെൻ റെസിസ്റ്റൻസ് ഈക്വൽ ടു 1.8 ഓം. And the last one 1.1 വോൾട്ടിന് അമ്മീറ്ററിലെ റീഡിംഗ് വന്നത് 0.6 ആംപിയർ ആയിരുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് 1.8 ഓം എന്ന് കിട്ടി. റെസിസ്റ്റൻസ് വാല്യൂസ് ഏകദേശം കോൺസ്റ്റന്റ് ആണ്. അതിന്റെ മീൻ എടുക്കണം, അതായത് 4 കൂടി കൂട്ടി 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 1.76 ഓം എന്ന് കിട്ടും. റിസൾട്ട് നേരത്തെ തന്നെ സൂചിപ്പിച്ച് കഴിഞ്ഞതാണ്. റെസിസ്റ്റൻസ് ഓഫ് ദി ഗിവൺ കണ്ടക്ടിംഗ് വയർ ഈക്വൽ ടു 1.76 ഓം എന്നും കൂടി എഴുതി കാണിക്കണം. അപ്പോൾ എക്സാമിനർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആൻസർ ഷീറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കണം. പ്രാക്ടിക്കൽ എക്സാം ചെയ്യാൻ പോകുന്ന കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അടുത്ത ക്ലാസ്സിൽ ഹെൽക്യൂ സ്പ്രിംഗ് എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നന്ദി, നമസ്കാരം.